നമുക്ക് വളരെ ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇറാനിലും പശ്ചിമേഷ്യയിലും ഗൾഫിലും നമ്മളിപ്പോൾ തുടരുന്നത്. കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് 48 മണിക്കൂറിനകം തുറന്നില്ലെങ്കിൽ അവിടെ അവരുടെ ഇറാന്റെ ഊർജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് ഇന്നലെയാണ്. അതിനുശേഷം ഇറാനും തിരിച്ചടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങളും പൂർണ്ണമായിട്ട് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നൊക്കെ. നമുക്കറിയാം, ഇതിനിടയ്ക്ക് അമേരിക്കയ്ക്ക് പിന്നൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഈ എണ്ണ, അസംസ്കൃത എണ്ണ ഇറാന്റേത് ഇപ്പോൾ കപ്പലിൽ കയറ്റിയിട്ടുള്ളത് അവയെല്ലാം വിൽക്കാനായിട്ട് അനുമതി കൊടുത്തു. അത് ഏപ്രിൽ 19 വരെ. അതായത് 140 മില്യൺ ബാരൽ ഓഫ് ക്രൂഡ് ഓയിലാണ്. അത് ചെറുതല്ല, അത് വലിയ തോതിലുള്ള ഒരു ഇറാനിയൻ അതുവരെ അനുവദിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനൊക്കെ നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലിലെ ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ മിസൈലാക്രമണം വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ 100ഓളം കുട്ടികളടക്കം 100 പേരെ മരിച്ചു. നമുക്കറിയാവുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള ജീവന്മാര് ഡിമോണ നഗരത്തിലും അറാബ് നഗരത്തിലും അവിടെയാണ്. അത് രണ്ടും ദക്ഷിണ ഇസ്രായേലിലെ നഗരങ്ങളാണ്. ഈ നഗരങ്ങളിൽ അവർക്ക് ചേർക്കാൻ കഴിയുന്നില്ല. വലിയ തോതിൽ നമുക്കറിയാവുന്നത് അമേരിക്കയുടെയും UK-യുടെയും ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് പറയപ്പെടുന്ന ഡിജോ ഗാർസിയൻ ദ്വീപില് അവിടെയും 4000 കിലോമീറ്ററിനകലെ ടാർഗറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എത്രയോ ഭീകരമാണ് സ്ഥിതി. യൂറോപ്പിലോ ഏഷ്യയിലോ ഇന്ത്യയിലോ അടക്കം എവിടെ എന്ന ഒരു ഇറാനുണ്ട്. അപ്പൊ ഇത്ര കൂടുതൽ വഷളാവുകയാണ്. കൂടുതൽ പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ പെട്രോൾ വില കൂടിക്കൊണ്ടിരിക്കുന്നു. രൂപയുടെ മൂല്യ തകർച്ച ഇന്ത്യക്ക് വലിയൊരു തകർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ LPG-ക്കും ഒക്കെ ക്ഷാമമുണ്ട്. അത് എത്ര നിഷേധിച്ചാലും അതൊരു പ്രശ്നമായി തുടരുകയാണ്. അത് കരിഞ്ചന്തയുടെ തൂക്കവും കൂടി വരുന്നു. അതുപോലെ പെട്രോൾ നമുക്കറിയാവുന്നതുപോലെ പ്രീമിയം പെട്രോളിന്റെ വില 3000 രൂപയോളം കൂട്ടി. അതൊരു തുടക്കം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് മുന്നിലുള്ളത് കൊണ്ട് മാത്രമാണ് പെട്രോൾ ഡീസൽ വിലകൾ രാജ്യത്ത് കൂട്ടാത്തത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ശ്രീലങ്കയിൽ വലിയ തോതിൽ പെട്രോൾ വില, ഡീസൽ വില കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വലിയ ആശങ്ക ഉയർത്തുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നതുമായ കാര്യങ്ങളാണ് ഇന്നലെയും ഇന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ യുദ്ധം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ ഈ ട്രംപിന് മേലുണ്ടാകാൻ പോകുന്നൊരു സമ്മർദ്ദങ്ങൾ അത് ഏത് രീതിയിലാകും? കാരണം ഈ യുദ്ധം നിർത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു അലയൊലികൾ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുകയല്ലേ? തീർച്ചയായിട്ടും അത് അമേരിക്കയെപ്പോലും ബാധിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. കാരണം അമേരിക്കയിലേക്ക് നേരിട്ടൊരു മിസൈൽ ആക്രമണം ഉണ്ടാകുന്നില്ലെങ്കിലും അമേരിക്കയുടെ വ്യാപാര വാണിജ്യ താല്പര്യങ്ങൾക്ക് പലതും വിഘാതമാണ്. അപ്പൊ അത് വലിയ പ്രതീക്ഷയോട് കൂടിയാണ് അമേരിക്ക യുദ്ധം തുടങ്ങിയത്. അമേരിക്ക ഇത് ഇസ്രായേലിന്റെ ഒരു ആഭിമുഖ്യത്തിലാണ് അതിന് അമേരിക്ക വഴങ്ങിയെന്ന് വേണമെങ്കിൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങളാണ് കൂടുതൽ നടന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് നമ്മുടെ ദക്ഷിണേഷ്യയിലെ യുദ്ധം, ഇറാനിലെ യുദ്ധം, നമ്മുടെ ഗാസ ആക്രമണമൊക്കെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇത് അതിനിടയ്ക്ക് അറിയാവുന്നതുപോലെ ഇന്ത്യയിൽ പോലും നമുക്ക് ആക്രമണങ്ങൾ ഉണ്ടാവുകയും നമ്മള് പ്രശ്നത്തിലൂടെ. അപ്പൊ ഇത് പ്രതിസന്ധി ലോകത്താകെ ഭീകരത സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് അപ്പുറത്താണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ നേതൃത്വത്തില് വലിയ തോതിൽ ആക്രമണങ്ങൾ നടക്കുന്നത്. അത് വെനസ്വേലയിൽ പോയി പ്രസിഡന്റ് വ്യക്തരൂക്ഷിതമാകുന്നു എങ്കിൽ അതൊരു ലോകക്രമത്തിന് അറിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇവിടെ ലോകരാഷ്ട്ര തലവന്മാരെ ടാർഗറ്റ് കൊല്ലുന്നു. അത് ഇറാനിലൊക്കെ കമ്പനി അടക്കമുള്ളവരെ കൊന്നു. അപ്പൊ ഇതെല്ലാം ഒരു പ്രതിസന്ധിയുടെ ഒരു പുതിയ രൂപമാണ്. അത് പലതരത്തില് സഹകാരെ പോയി. നമുക്കറിയാം, കേരളത്തിലെ അടുക്കളകള് വില ബാധിച്ചു. കേരളത്തിൽ പോലും ഹോട്ടലുകൾ അടയ്ക്കുന്നു. എല്ലാ മെനുവില് കുറവ് വരുത്തുന്നു. റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും ഒക്കെ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. തട്ടുകടകളെ പോലും ബാധിച്ചിരിക്കുന്നു. അടുക്കളകളിൽ പോലും ആദ്യങ്ങൾക്ക് നമ്മുടെ വീട്ടമ്മമാർക്ക് പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. കാരണം ഗ്യാസ് പഴയ പോലെ കിട്ടാനില്ല എന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറെയൊക്കെ
പറ്റിയൊരു ശരീരമാണ് എന്നുള്ള ഇങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇത് എല്ലാ തരത്തിലും രൂപയുടെ വിലയിടിവ്, കയറ്റുമതിയെ ബാധിക്കുന്നു, നമുക്ക് അത്യാവശ്യം വേണ്ട ഇറക്കുമതിയെ ബാധിക്കുന്നു, എണ്ണ ക്രൂഡ് ഓയിലിനെ ബാധിക്കുന്നു, LPG ബാധിക്കുന്നു, പ്രകൃതിവാതകത്തെ ബാധിക്കുന്നു. എല്ലാ തരത്തിലും ഇന്ത്യയുടെ അടക്കം കേരളത്തിൽ നമുക്കറിയാം പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിലാണ് ഇത് പ്രതിസന്ധി. സ്വാഭാവിക ആക്രമണം ായാലും ഖത്തറിലായാലും UAE-യിലും സൗദി അറേബ്യയിലും ഒമാനിലും അടക്കം നമ്മുടെ മലയാളികൾ ലക്ഷക്കണക്കിന് മലയാളികളുള്ള മേഖലകളിലൊക്കെ ഇവരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു സ്ഥിതിയുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ 2.5 ലക്ഷത്തോളം പേര് ഇന്ത്യയിൽ മടങ്ങി എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് രൂപപ്പെടാതിരിക്കട്ടെ എന്ന് ആശിക്കാമെന്നല്ലാതെ ഇപ്പോഴത്തെ നിലയിൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. നമുക്കറിയാവുന്ന ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് യുദ്ധം തീരുന്നില്ലെന്ന് മാത്രമല്ല, അത് അമേരിക്കയോ ഇസ്രയേലോ പ്രതീക്ഷിക്കാൻ അപ്പുറത്തോട്ട് കാര്യങ്ങൾ കിടക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.